നമസ്കാരം. കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായി ചാനലുകളിലും സോഷ്യൽ മീഡിയകളിലും നിറഞ്ഞു നിൽക്കുന്നത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. തൃശൂർ പൂരം ഇത്തവണ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത്. എന്തായിരുന്നു ഈ പ്രതിസന്ധിയുടെ കാരണം? ഇതാണ് ചർച്ചകളിലെ പ്രധാന വിഷയം. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് തൃശൂർ പൂരം ഇത്തവണ പ്രതിസന്ധിയിലാകാൻ കാരണം. പോലീസിന്റെ ഭാഗത്തു നിന്നെന്ന് പറയുമ്പോൾ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന്റെ ധാർഷ്ട്യപരമായ നിലപാടുകളാണ് തൃശൂർ പൂരത്തിനെ ഇത്രത്തോളം പ്രതിസന്ധിയിലാക്കിയത് എന്ന് വേണം പറയാൻ. ഒരു ടെക്നീഷ്യൻ പിടിച്ചാൽ മതി. ടെക്നീഷ്യനും ഐഡിയ ഉണ്ടാക്കിയവരും എല്ലാവരും വരണം. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ധാർഷ്ട്യപരമായ പെരുമാറ്റങ്ങളുടെ വീഡിയോ സഹിതം സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും പ്രചരിക്കുമ്പോഴും ന്യായീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ കൃഷിവകുപ്പ് മന്ത്രിയും തൃശൂരിലെ ഇപ്പോഴത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുമായ VS സുനിൽകുമാർ. എന്തിനു വേണ്ടിയാണ് ഈ ന്യായീകരണം? ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ന്യായീകരണവുമായി VS രംഗത്തെത്തിയത് എന്തിനു വേണ്ടി? സുനിൽകുമാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ തൃശൂർ പൂരത്തെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് യാതൊന്നും അറിയാത്ത ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിക്കെത്തിയതാണ് പൂരം ഇത്രത്തോളം പ്രതിസന്ധിയിലേക്ക് എത്താൻ കാരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ ഇപ്രാവശ്യം തൃശൂർ പൂരത്തിന്റെ ചില പോലീസ് ഓഫീസർമാരുടെ ഭാഗത്തും ചില പ്രശ്നങ്ങളുണ്ടായി. അതെന്താ വെച്ചാൽ ഇവിടുത്തെ പ്രശ്നം എല്ലാ കാലത്തും തൃശൂർ പൂരത്തിന്റെ ഒന്ന് മുഖ്യമന്ത്രി പറഞ്ഞ DGP ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. തൃശൂർ പൂരത്തിന്റെ നടത്തിപ്പില് ദേവസ്വങ്ങളുടെ ഭാഗത്ത് അവര് കഷ്ടപ്പെട്ട് കുറെ ആളുകൾ അതിൽ നിൽക്കുന്നതാണ്. അപ്പൊ അവിടെ വന്നിട്ട് പെട്ടെന്ന് ഇന്നത് പോകാൻ പാടില്ല, വരാൻ പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഈ പൂരം നടത്തിപ്പിനോട് നിൽക്കുന്നതല്ലേ. അപ്പൊ പൂരം നടത്തിപ്പിന്റെ കമ്മിറ്റിക്കാരും പോലീസും ഉൾപ്പെടെയുള്ള ആളുകൾ അതില് രണ്ടു കൂട്ടർ സംഘാടകരാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുക എന്നതാണ് അതിന്റെ സ്മൂത്ത് റണ്ണിങ് നല്ലത്. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ചില ആളുകൾ വരുമ്പോൾ എന്താ വെച്ചാൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ നടത്തണമെന്ന് വിചാരിച്ച പോലെ ചെയ്യുമ്പോണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി ഇപ്പൊ നമ്മൾ ചെയ്യാറുള്ളത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ പൂരത്തിന് വെക്കായിരുന്നു. ഇതാണ് കോൺട്രാക്ട് കൊണ്ട് ഇവിടെ തൃശ്ശൂരിലെ ഉദ്യോഗസ്ഥന്മാർ വേദനത്താണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ തൃശ്ശൂർ പൂരം എന്താണെന്നതിനെ പറ്റി കൃത്യം അറിയാത്ത ആൾക്കാരാണ്. എന്നാൽ തെക്കോട്ടറക്കെന്ന് അറിയുന്നത് അവിടെ മഠത്തിൽ വരവിന്റെ പ്രത്യേകത എന്താണെന്നും അവിടെ ആരൊക്കെയാണ് അതിന്റെ കാര്യം ചെയ്യുന്നത് എങ്ങനെ നടക്കുന്നത് അറിയാത്ത ഉദ്യോഗസ്ഥന്മാർ വന്നറിയുന്ന പോലെ പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്നാൽ കഴിഞ്ഞ വർഷം തൃശൂർ പൂരം നിയന്ത്രിച്ച അതേ സിറ്റി പോലീസ് കമ്മീഷണർ തന്നെയാണ് ഇത്തവണത്തെയും പൂരം നിയന്ത്രിച്ചത് എന്നത് ബഹുമാനപ്പെട്ട VS സുനിൽകുമാർ മറന്നുപോയതോ അതോ മനഃപൂർവ്വം മറന്നതായി നടിച്ചതോ? വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയോടുകൂടി സിറ്റി പോലീസ് കമ്മീഷണറെ മുൻനിർത്തി കളിച്ച ഒരു നാടകം ഉദ്ദേശിച്ച ഫലം കാണാതിരുന്നതിന്റെ പേരിൽ ഡ്യൂട്ടിക്കെത്തിയ എല്ലാ പോലീസുകാരെയും ഒന്നടങ്കം ആക്ഷേപിക്കുന്നത് പോലെ മാറ്റിപ്പറഞ്ഞുകൊണ്ട് സ്വയം രക്ഷപ്പെടാനുള്ള ഒരു തത്രപ്പാടായിരുന്നില്ലേ VS സുനിൽകുമാർ ഇവിടെ കാണിച്ചത്? ഇത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, കഴിഞ്ഞ തവണ തൃശൂർ പൂരം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതേ ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിൽ തന്നെ, എടുത്തു പറയേണ്ടതാണ്, ഇതേ ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിൽ തന്നെ കഴിഞ്ഞ തവണ തൃശൂർ പൂരം നിയന്ത്രണം നടക്കുമ്പോൾ ചരിത്രത്തിൽ ആദ്യമായി ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് പോലീസ് ലാത്തിച്ചാർജ് നടത്തുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇതിനെതിരെ പല സംഘടനകളും രംഗത്ത് വരികയും ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്ന് മുറവിളി കൂട്ടുകയും ചെയ്തിരുന്നുവെങ്കിലും അതെല്ലാം തേച്ചുമാച്ച് കളഞ്ഞുകൊണ്ടുപോയ ഒരു സർക്കാരിന്റെ പ്രതിനിധി കൂടിയാണ് ശ്രീ VS സുനിൽകുമാർ. തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് വോട്ട് നേടാനുള്ള ഒരു മാർഗമാക്കി തൃശൂർ പൂരത്തെ മാറ്റാമെന്നുള്ള ചിലരുടെ സ്വാർത്ഥതയാണ് പൂരപ്രേമികളെ ഇത്രത്തോളം നിരാശരാക്കിക്കൊണ്ട് തൃശൂർ പൂരത്തെ ഇത്രത്തോളം പ്രതിസന്ധിയിലാക്കി മാറ്റിയത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവരുടെ ഈ സ്വാർത്ഥതയ്ക്ക് നാം നിന്നു കൊടുക്കേണ്ടതുണ്ടോ? ഇനിയെങ്കിലും നമ്മൾ മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഫാക്ട്.